നാളെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പാർലമെന്റ് ഒന്നടങ്കം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ദിരയുടെ കൊച്ചുമകളുടെ സത്യപ്രതിജ്ഞ ആയിരിക്കുമ്പോൾ മോദി പങ്കെടുക്കില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നിരയിലേക്ക് രാഹുലിനൊപ്പം സഹോദരി കൂടി കടന്നു വരുമ്പോൾ സ്പീക്കർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പ്രിയങ്കയെ വരവേൽക്കേണ്ടി വരികയാണ്. വിദേശ പര്യടനവും കഴിഞ്ഞ് മോദി തലസ്ഥാന നഗരിയിൽ കാലുകുത്തുമ്പോഴാണ് താൻ കൂടി പാർലമെന്റിലേക്ക് സഹോദരനൊപ്പം അമ്മയ്ക്കൊപ്പം പ്രതിപക്ഷ നിരയിൽ എന്ന് വയനാട്ടിലെ വമ്പിച്ച ഭൂരിപക്ഷത്തിലൂടെ കാണിച്ചുകൊണ്ട് പ്രിയങ്ക കടന്നു വരുന്നത്. ഇവിടെ പ്രിയങ്കയുടെ കന്നി വിജയത്തെ ആഘോഷമാക്കുകയാണ് കോൺഗ്രസ്. രാഹുലിനെ പോലും മറികടന്ന് ഭൂരിപക്ഷം കന്നി മത്സരത്തിൽ തന്നെ പ്രിയങ്ക നേടിയിരിക്കുകയാണ്. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് നാളെയാണ് തുടക്കം. ഡിസംബർ 20 വരെയാണ് സമ്മേളനം നടക്കുക. വഖഫ് നിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറായും കഴിഞ്ഞിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗവും ചേരും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,10,931 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്കയുടെ വിജയം ഉറപ്പിച്ചത്. വയനാട്ടിൽ 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നതാണ് ഈ വിജയം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,47,445 വോട്ടുകൾ നേടി 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഈ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മറികടന്നത്. 6,22,338 വോട്ടുകൾ പ്രിയങ്ക ആകെ നേടിയപ്പോൾ രണ്ടാമതെത്തിയ LDFന്റെ സത്യൻ മൊകേരി 2,11,407 വോട്ടുകളാണ് നേടിയത്. 1,99,039 വോട്ടുകളാണ് BJPയുടെ നവ്യ ഹരിദാസിന് കിട്ടിയത്. ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് കനിമൊഴി MP പറഞ്ഞു കഴിഞ്ഞു. വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ കനിമൊഴി പാർലമെന്റിലെ പ്രതിപക്ഷ ശബ്ദത്തിന് കരുത്തു കൂടുമെന്നും വ്യക്തമാക്കി. പ്രിയങ്കയുടെ ജയം ജനാധിപത്യത്തിന് നല്ലതാണ് എന്നും പറഞ്ഞു വെച്ചു.